നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്നെക്കുറിച്ചുള്ള കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കുറച്ച് തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടികൾ തരുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് വീഡിയോ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തു പോകാം. അല്ലാത്തവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരുടെയൊക്കെ ആവശ്യം അതാണ്. അവർക്കൊക്കെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അത്. അതുകൊണ്ട് ഞാനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോലും കൊടുക്കില്ല. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പേർക്ക് കൊടുക്കാം. എൻ്റെ വീഡിയോ കണ്ടമാനം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയും അല്ലാതെ എന്നെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരതൊക്കെ എടുക്കുന്നുണ്ട്. അത് അവരുടെയൊക്കെ ജീവിതമാർഗ്ഗം, അവർ തിന്നോട്ടെ, കുഴപ്പമില്ല. ഒരു $10-15 അതിൽ നിന്ന് ആ ചേട്ടനും കിട്ടിയിട്ടുണ്ടായിരിക്കും, കഴിച്ചോട്ടെ. അതിൽ പക്ഷേ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ, ഇപ്പോൾ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ, താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി പല കാറ്റഗറിയിലുള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് പറയട്ടെ, എന്നെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. യൂട്യൂബിലൂടെ മാത്രം എൻ്റെ വീഡിയോകൾ മാത്രം കണ്ട് എന്നെ വ്യക്തിപരമായിട്ട് ഒന്നും അറിയാതെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആ ശീതൾ മോളെ എന്നുള്ള വിളിയിൽ തന്നെ സ്നേഹം മുഴുവനായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹത്തുമ്പികളെന്ന് ഞാൻ വെറുതെ അല്ല അഭിസംബോധന ചെയ്യുന്നത്, മനസ്സിൽ തൊട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ കുസുമം എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഒരു കാർട്ടൂൺ പോലെ അത് ചെയ്യാം എന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ആ കഥാപാത്രത്തിന് ഒരു മാറ്റവും വരാതെ ഒരേ അപ്പിയറൻസ് കൊടുത്തുകൊണ്ട് ഒരേ ഡ്രസ്സും ഒരേ മേക്കപ്പും ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഡ്രസ്സിങ്ങിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ്. ഈ കുസുമം പറയുന്ന പല കാര്യങ്ങൾക്കും ശീതൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തമില്ല എന്നൊക്കെയാണ് ഇന്നലെ ആ യൂട്യൂബർ ചേട്ടൻ പറഞ്ഞത്. അതിൻ്റെ താഴെ വന്ന് കുറേ പേര് അതിനോട് യോജിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ഞാൻ വിചാരിച്ചത്. പ്രധാനമായിട്ടും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയാണ്. സ്ത്രീകൾ മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നതിനെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വിമർശിച്ചിട്ടുള്ളത് ഏതൊക്കെ വീഡിയോകളെ സംബന്ധിച്ചാണെന്ന നല്ല ഓർമ്മ എനിക്കുണ്ട്. അതിനെക്കുറിച്ച് നല്ല ബോധം എനിക്കുണ്ട്. ഒന്ന്, ആ ഹനാൻ എന്ന് പറയുന്ന കുട്ടി, കുസുമം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഇതുവരെ കഴുത്തിറങ്ങിയ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് വന്ന് സംസാരിക്കുകയാണ്. നെഞ്ച് പൊക്കി ആ ഡെസ്കിൻ്റെ പുറത്തോട്ട് വെച്ചിട്ടാണ് ആ കൊച്ച് സംസാരിക്കുന്നത്. എന്തിനാണെന്നറിയില്ല. ഇതിപ്പോഴും ഞാൻ അതിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അങ്ങനെ ഡ്രസ്സ് ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ പ്രഹസനത്തിന് വേണ്ടി, പ്രദർശനത്തിന് വേണ്ടി വെച്ച് കെട്ടിക്കൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന സ്ത്രീകളെ പറ്റി ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മില്യൺ കണക്കിന് ഓടിയിട്ടുള്ള വീഡിയോകളുമാണ്. ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഇതൊക്കെ കിടക്കുന്നുമുണ്ട്. എന്തിനാണ് ഇല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഉള്ള ഒരു സാധനം പെരുപ്പിച്ച് കാട്ടി ഒരു പൊതുപരിപാടിക്ക് പോകുമ്പോൾ അവിടെ അത് പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുണി മാറ്റിക്കൊണ്ട് മനുഷ്യരെ കാണിച്ച് മനഃപൂർവ്വം കാണിച്ച് പണമുണ്ടാക്കുന്ന രീതിക്ക് അന്നും ഇന്നും ഞാൻ എതിരാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിനിമാ നടി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കഴുത്ത് ഇത്രയും ഇറങ്ങിയുള്ള ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് അത് പൊത്തിപ്പിടിക്കാനൊരു വ്യഗ്രത. അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം ഇല്ല. അങ്ങനെ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് വരാനുള്ള ആത്മവിശ്വാസം അവർക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരിത് ഇട്ടുകൊണ്ട് വരുന്നത്? ഒരാൾ വന്ന് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ എവിടെയും പൊത്തിപ്പിടിക്കേണ്ട അവസ്ഥ. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു കുസുമത്തിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ആക്ഷേപം എനിക്ക് നേരെ ഉന്നയിക്കുന്നത്, മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യം വന്നപ്പോൾ ശീതൾ ഇരട്ടത്താപ്പ് കാണിച്ചു. അതെ, ഇരട്ടത്താപ്പ് എന്നതാണ് എനിക്ക് നേരെ ഉയരുന്ന ഒരു ആക്ഷേപം. മഞ്ജു പിള്ളയുടെ മകളും ഞാനും തമ്മിൽ യാതൊരു സൗഹൃദമോ ഞങ്ങൾ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ പോലും അല്ല. എൻ്റെ ബന്ധുവല്ല അവർ. അവരെ വെളുപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് അവർ ചിലവിന് പൈസ ഒന്നും തരുന്നില്ല. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പറയാം. ഈ മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ, മനസ്സിലാക്കി കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. അവരുടെ പ്രൊഫഷനാണത്. അവരൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള മോഡലിങ്ങുകളാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പേജുകളിലാണ് അവർ ആ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത്. അവരുടെ തൊഴിലാണത്. അവർ ആ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം നടത്തിക്കൊണ്ട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ, ഒരു സ്കൂളിൽ വരികയായിരുന്നെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിന് വരികയായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ വിമർശിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായേനെ. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഓരോ ഡ്രസ്സിങ്ങും എവിടേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സാഹചര്യത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കഴിഞ്ഞ ദിവസം കൊച്ചു പിള്ളേരുടെ ഫാഷൻ ഷോ ഒക്കെ നടത്തി കുഞ്ഞുങ്ങളെ 2 പീസ് ഒക്കെ ഇടിപ്പിച്ചുകൊണ്ട് റാമ്പിലൂടെ നടത്തുന്നതൊക്കെ കണ്ടു. നമുക്കതിനെ വിമർശിക്കാൻ പറ്റുമോ? അത് നടത്തേണ്ട
നടത്തേണ്ട ഇടത്താണ് അവർ നടത്തിയത്. അതൊരു ഫാഷൻ ഷോയാണ്, അവിടെയാണ് അത് നടത്തിയത്. അഥവാ സ്കൂളിലാണ് അങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നതെങ്കിൽ ഞാൻ അതിനെ വിമർശിച്ചേനെ. അതാണ് വ്യത്യാസം. അല്ലാതെ കുസുമമായിട്ട് തലയിൽ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ മറ്റൊരാളാകുന്നു, അല്ലാത്തപ്പോൾ അവൾ വേറൊരാളാകുന്നു, രണ്ടിലും രണ്ടഭിപ്രായം പറയുന്നു എന്നൊക്കെ തുടങ്ങി ആ ചേട്ടൻ ഇരുന്ന് സംസാരിച്ചതിനെ നിങ്ങളൊന്നും ദയവ് ചെയ്ത് അനുകൂലിക്കരുതേ. കഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വായിട്ട് അലയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. അതെന്റെ തെറ്റിദ്ധാരണ അല്ലാതാകട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പറയുന്നത്. പിന്നെ ഒരു ഇരട്ടത്താപ്പെന്ന് പറഞ്ഞത് ഞാൻ എന്താണ് കൃഷ്ണകുമാറിന്റെ മകളുടെ വിഷയം വന്നപ്പോൾ ഞാൻ തീവ്രത കുറഞ്ഞുപോയി പ്രതികരിച്ചതിൽ. എന്ത് പറയാനാ, ഞാൻ അതിനിട്ട ടൈറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നാണമില്ലേ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കാക്കി നാറാൻ എന്നാണ് ഞാൻ അതിൻ്റെ ടൈറ്റിൽ ഇട്ടത്. അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വിമർശിച്ചത്. അമ്മൂമ്മ കൊച്ചുമോളെ ചീത്ത പറയുന്നു, കൊച്ചുമോൾ അമ്മൂമ്മയെ ചീത്ത പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, കുടുംബത്തിലെ കാര്യങ്ങൾ നാട്ടുകാരോട് പറയുന്നു. ആ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും വിമർശിക്കുന്ന ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. പിന്നെ ഇത് കാണുന്നവരുടെ ഉള്ളിലൊരു സംഭവം ഉണ്ടാ, അവൾ വരുന്നുണ്ട്, കൃഷ്ണകുമാറിന്റെ മോളെ കുറിച്ച് അവൾ പറയാൻ പോകുന്നത്, തീവ്രത കുറവായിരിക്കും എന്നൊരു ചിന്ത ഈ കാണുന്നവരുടെ മനസ്സിലുണ്ട്. കൃഷ്ണകുമാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരെ പൊതിഞ്ഞ് സംസാരിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഒരു പാർട്ടിക്കാരുടെ ഒന്നും 5 പൈസ വാങ്ങിച്ചിട്ടോ ആരുടെ ഔദാര്യം പറ്റിയിട്ടോ അല്ല ഞാനിരുന്ന് സംസാരിക്കുന്നത്. എനിക്കാകെയുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞതിലേക്കും കൂടെ ഞാൻ വരാം. ആദ്യം ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അപ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ തുണി അഴിച്ചിട്ടപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അത് തുണി അഴിച്ച് ലൈവ് കാണിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തത് എൻ്റെ പ്രശ്നമല്ല. എനിക്ക് ഇന്നയാൾ, ഇന്ന പാർട്ടിയിൽപ്പെട്ട ആൾ, ഇന്ന ജാതിയിൽപ്പെട്ട ആൾ, പൈസ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിന്? അവരുടെ പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അത് ഞാൻ വായിട്ട് അലച്ചിട്ടാണ്. അത് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കേൾക്കുന്നത് കൊണ്ടാണ് യൂട്യൂബ് തരുന്ന പൈസ ഞാൻ വാങ്ങിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാറില്ല. കുറേ പേര് പറയുന്നു കണ്ടന്റുകൾ അയച്ചു തന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലെന്ന്. ഒരു സ്ത്രീ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതായത് ലൈവുകൾ നടത്തുകയാണ്. ഏതോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പെണ്ണും പിള്ള ലൈവ് നടത്തുകയാണ്. പാതിരാത്രി തുണിയൊന്നും ഇല്ലാതെ ലൈവ് നടത്തുന്നു. അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടുകൾ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നുണ്ട്. രാത്രിയൊക്കെ ഇവരുടെ ജോലി ഇതാണ്. 2-3 അക്കൗണ്ട് ഉണ്ട്. എന്നിട്ട് തുണിയില്ലാതെ ലൈവ് ചെയ്യലാണ് ഇവരുടെ പണി. ഇതിനെക്കുറിച്ച് ശീതൾ ഒരു അവബോധം കൊടുക്കണം നാട്ടുകാർക്ക്. ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ഞാൻ 3-4 വീഡിയോകൾ ഓൾറെഡി ചെയ്തു. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നവളുമാരെ കുറിച്ചും അതിനുവേണ്ടി സ്ക്രീനിൽ ഉമ്മിനീര് ഒലിപ്പിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളെ പറ്റിയും അവരെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞതല്ലാതെ ഒരു കാര്യം പോലും എനിക്ക് അധികമായിട്ട് പറയാനില്ല. ഇവരുടെയൊക്കെ പേരും ചിത്രവും മാറുന്നു എന്നല്ലാതെ ഇവർ കാണിക്കുന്ന തൊഴിലൊന്നു തന്നെയാണ്. ഇവരോടൊക്കെ പറയാനുള്ള മറുപടി ഒന്ന് തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ ഓരോന്നും എടുത്തിട്ട് വീഡിയോ ചെയ്യാം, വെറുതെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി. അത്യാവശ്യം ഓടുകയും ചെയ്യും. പക്ഷെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുള്ള പണവും എനിക്ക് വേണ്ട. എല്ലാ വിഷയങ്ങളും ഞാൻ എടുക്കാറുമില്ല. ഇന്ന വിഷയം സംസാരിക്കേണ്ടതുണ്ട്, ഇന്ന വിഷയം എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, ഇന്ന വിഷയം ആളുകൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, ഇന്ന വിഷയം ആളുകൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ കരുതുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ പൊന്നു മനുഷ്യരെ, നിങ്ങൾക്ക് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട, ഒരു ഇരട്ടത്താപ്പും ഇല്ല. ഞാൻ ഒരാളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബർ അല്ല, ഒരു ജേർണലിസ്റ്റ് അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, തലച്ചോറുണ്ട്. അതുപയോഗിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ശീതൾ പുട്ടി അടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ദൈവദോഷം പറയരുതേ. ഒരു ക്രീം ഇടുന്നുണ്ട്, ലാക്മേയുടെ ഒരു ക്രീം ഇടും, വൈറ്റോണിൻ്റെ ഒരു പൗഡറും ഇടും, കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, പുരുകൊന്ന് ചെറുതായിട്ട് കറുപ്പിക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഓവറായിട്ട് പുട്ടി അടിക്കാൻ എനിക്ക് അറിയുകയുമില്ല, എനിക്കത് ചേരുകയുമില്ല, എനിക്കത് ഇഷ്ടവുമല്ല. ഉള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഈ ലൈറ്റൊക്കെ കൂടുതൽ ഓൺ ചെയ്തിരിക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്ക്. പുട്ടിയടിയൊന്നും ഇല്ല. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ ഷെഫീന ബീവിയെ കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കി, പേടിച്ച് മുങ്ങി എന്നൊക്കെ പറയുന്നു. എൻ്റെ മില്യൺ അടിക്കാറായ ചില വീഡിയോകൾ വരെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചില വീഡിയോകൾ ഓടി ഒരു പരുവത്തിലെത്തുമ്പോൾ എനിക്കറിയാം ഇത്രയും പേരത് കണ്ടു, മതി, ഇനി മതിയെന്ന് പറഞ്ഞ് ഏതെങ്കിലും യൂട്യൂബർമാർ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചില വീഡിയോകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചില മനുഷ്യരുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എൻ്റെ ചാനലിൽ കിടക്കുന്നത് എന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളുണ്ട്. അല്ലാതെ ആരെയും പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുമോ എന്നുള്ള പേടിയാണ് എന്നൊക്കെ പറയുന്നതുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാതല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരാൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ ചാനൽ പൂട്ടാനിരിക്കുകയല്ല യൂട്യൂബ്. അതും എനിക്കറിയാം.
അതുകൊണ്ട് അങ്ങനെയൊന്നും ആരെയും പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. അങ്ങനെ പേടിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ സമൂഹത്തിൽ ചെയ്യുന്നില്ല. സമൂഹത്തിനോട് ഒരു ദോഷവും ദ്രോഹവും ചെയ്യാത്ത ആളാണ് ഞാനെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അപ്പോൾ വിമർശിക്കുന്ന ആളുകളോടൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല. തെറിയോ ചീത്ത വാക്കുകളോ ഉപയോഗിക്കാതിരുന്നാൽ മതി. അല്ലാതെ ഉള്ള വിമർശനങ്ങൾക്കൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഏതായാലും കാറിലിരുന്ന് കാര്യം പറഞ്ഞ ചേട്ടൻ്റെ വീഡിയോ കണ്ട് അതിന് താഴെ വന്ന് എന്നെ തെറി വിളിച്ച് എല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യങ്ങൾ. കാര്യം മനസ്സിലാക്കിയിട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രം ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അഭിപ്രായം പറയുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക.